വുഡ് പോളിഷ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഇതേപോലെ വുഡ് സ്റ്റെയിനർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാൾനട്ട് ഉപയോഗിച്ച് കളറാക്കി എടുത്ത ഒരു തേക്കിൻ്റെ ഒരു ചാരു ബെഞ്ച് എത്ര ഭംഗിയായിട്ടാണ് കളർ ചെയ്തെടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. ആ കളറിങ് എങ്ങനെയാണ്, അത് മിക്സിങ് എങ്ങനെയാണ്, എല്ലാം ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഈ കാണുന്ന ചാരു ബെഞ്ചിനകത്ത് ഒരു യെല്ലോ ഷെയ്ഡിൽ, ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ കിടക്കുകയാണ്. ഇതിനെ എങ്ങനെ ചെറുതായിട്ട് വാൾനട്ട് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കളറാക്കി എടുക്കുക അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരാം. ഇതേപോലെ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് വാൾനട്ടാണ്. ഇവിടെ വാൾനട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാൾനട്ടിന് കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുത്തിരിക്കുന്നത് NC ടിന്നറാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷീലാക്കിൻ്റെ NC ടിന്നറാണ്. അതുപോലെ NC ടിന്നർ ഒന്ന് ഒഴിച്ചെടുക്കുക. അതിന് ശേഷം അതിനകത്ത് നമുക്ക് സാൻഡിങ് സീലർ ഉപയോഗിക്കാം. സാൻഡിങ് സീലർ മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ ഒരു 350 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ 2023 എല്ലാ മെറ്റീരിയൽസിനും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലത്തിന് മുമ്പ് കിട്ടിയ വിലയൊന്നുമല്ല, ഏകദേശം 100 രൂപയോളം ലിറ്ററിൻ്റെ പുറത്ത് കൂടിയിട്ടുണ്ട്. സാൻഡിങ് സീലർ കുറച്ച് ഒഴിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് വാൾനട്ട് ഉപയോഗിക്കാം. വാൾനട്ട് 100 ml ഏകദേശം 50 to 55 രൂപയാണ് ഇപ്പം മാർക്കറ്റിൽ വില വരുന്നത്. ഇതേപോലെ വാൾനട്ടും കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് NC ടിന്നർ നല്ലപോലെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെല്ലാം എടുത്തിട്ടുണ്ട്, ഇതേപോലെ NC ടിന്നർ, സാൻഡിങ് സീലർ, അതുപോലെ വാൾനട്ട്, ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് കലങ്ങി എടുക്കട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ ഈ ഒരു കളറ് നമുക്ക് വാൾനട്ടുണ്ട്, അതുപോലെ തേക്ക് സ്റ്റെയിനർ ഉണ്ട്, അതേപോലെ ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഓക്സൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷെയ്ഡ് നമുക്ക് ഈ വുഡ് സ്റ്റെയിനർ കിട്ടാറുണ്ട്. നമുക്ക് ഏത് ഷെയ്ഡിൽ വേണോ ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾ വാൾനട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വാൾനട്ടിൻ്റെ മിക്സിംഗ് ആണ് ഈ ഒരു വഴിയിൽ കൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതേപോലെ ഏത് കളർ മിക്സ് ചെയ്താലും നമുക്ക് എന്തായാലും ഒന്ന് ഫിൽറ്റർ എടുക്കാം. ഫിൽറ്റർ എടുക്കാതെ ഒരിക്കലും നമ്മൾ ഇതിലെ ഗണ്ണിലൂടെ അടിക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പൊടിയും അതും എല്ലാം ഇതിൽ കൂടെ കയറി വരും. അത് നമ്മുടെ വർക്കിനകത്ത് ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഡയറക്റ്റ് എടുത്ത് ഒഴിച്ചുകൊണ്ട് എല്ലാവരും ഫിൽറ്റർ ചെയ്ത് തന്നെ നമ്മുടെ സാധാരണ ഒരു മാസ്കോ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും കാര്യങ്ങളോ മതി അതിലൂടെ അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഒന്ന് നന്നായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ സീലറൊക്കെ ഇട്ട് നന്നായി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഈ ഒരു ചാരു ബെഞ്ച്. ഈ ചാരു ബെഞ്ചിലേക്കാണ് ഇനി നമ്മൾ ഈ കളറ് അടിച്ച് കവർ ചെയ്തെടുക്കാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും സാവധാനത്തിലൊക്കെയാണ് കളർ ചെയ്യേണ്ടത്. വല്ല വെപ്രാളം പിടിച്ചൊന്നും കളർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. സാവധാനം കുറച്ച് കുറച്ച് കൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് അടിച്ച് കളർ ചെയ്തെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം. എയർ നന്നായി തന്നെ ഒന്ന് കുറച്ച് വെക്കുക. ഏകദേശം ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കളർ ചെയ്യുക. അല്ലാതെ സീലർ അടിക്കുമ്പോൾ ഉള്ള എയറിൻ്റെ ആ ഒരു പവറിലിട്ടൊന്നും അടിച്ച് കളയല്. മൊത്തത്തിൽ ഒറ്റയടിയിൽ ഡാർക്കായി പോകുന്നുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇതേപോലെ ലൈറ്റായിട്ടൊന്ന് എല്ലായിടത്തും കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് കളർ എടുക്കുക. ഈ കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു കളർ ഡാർക്ക്, ഒരു കളർ ലൈറ്റ്, ഒരു കാലിൽ വേറൊരു കളർ, അങ്ങനെയൊന്നും ഇരിക്കൽ. എല്ലാ കാലിലും ഒരേപോലെ ഷെയ്ഡ്, ഒറ്റ മിക്സിങ് ഒരുപോലെ അടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് അത് കെയർ ചെയ്ത് വേണം അടിച്ചെടുക്കാൻ വേണ്ടി. ഇതേപോലെ എല്ലായിടത്തും നന്നായി തന്നെ കൊള്ളുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഈ ഒരു അടിയിലൂടെയാണ് നമ്മുടെ ഒരു കളറെല്ലാം വേണ്ടി ഷെയ്ഡാക്കി എടുക്കുന്നത്. നമുക്ക് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ വേണമെങ്കിലും വർക്ക് എങ്ങനെ ഭംഗിയാക്കാമോ ആ രീതിയിലേക്ക് നമ്മൾ കളറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഡാർക്കിലടിച്ച് ഇത് കരിവീട്ടിയാക്കി കളയൽ. ഇത് തേക്കാണ് തടി, അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇതേപോലെ ഒരുപാട് വീടും പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകളെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കമൻറ്റായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ കൊടുക്കാൻ വേണ്ടി ഒട്ടും മടിയും കാണിക്കരുത്. ഇതേപോലെ ഒരുപാട് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.